ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കുവാൻ കൊണ്ടുവന്ന പാനാസോണിക്കിൻ്റെ ഒരു പഴയ കാസറ്റ് പ്ലെയറിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ മോഡൽ സെറ്റുകൾ ഇറങ്ങുന്ന കാലത്ത് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ ഒരു സെറ്റാകാം ഇത്. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് നഷ്ടപ്പെടുത്തുവാൻ കസ്റ്റമറിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഏത് വിധേനയും ഇതൊന്ന് റെഡിയാക്കി തരുമോ എന്നാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സെറ്റ് ഇറങ്ങിയ കാലത്ത് നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു സെറ്റ് തന്നെയായിരുന്നു ഇത്. അന്നൊക്കെ കറണ്ട് ഇല്ലാത്ത വീട്ടിൽ പോലും ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലായിരുന്നു കമ്പനികൾ സെറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള ബാറ്ററി പോലെയല്ല, അന്നത്തെ ബാറ്ററികൾ കുറച്ച് വണ്ണമുള്ള ഒരു മോഡലായിരുന്നു. ഇപ്പോൾ ആ ബാറ്ററി ഒന്നും അധികം കാണാനില്ല. ഇനി നമുക്ക് ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഒരുപാട് നാൾ ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. നമുക്കതിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ സെറ്റ് ഇറങ്ങുന്ന കാലത്ത് VFD ഡിസ്പ്ലേ ഒന്നും ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു സാധാ ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഡിജിറ്റുകൾക്ക് കളറില്ല. ഇത് ഏത് മോഡൽ ഡിസ്പ്ലേ ആണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയുകയില്ല. മെക്കാനിക്കൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ മീറ്ററുകളിൽ ഈ മോഡൽ ഡിസ്പ്ലേ കാണാറുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകളിലും ഈ മോഡൽ ഡിസ്പ്ലേ ആണ് വരാറ്. ഏത് മോഡൽ ഡിസ്പ്ലേ ആണെങ്കിലും നിലവിൽ ഈ ഡിസ്പ്ലേയുടെ അവസ്ഥ പരിതാപകരമാണ്. നമുക്കിനി ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്യാം. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവുമില്ല എന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്നത്. ഓപ്പൺ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ സെറ്റിന് ചെറിയ അനക്കങ്ങളെല്ലാം ഉണ്ട്. സെറ്റ് ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഡിസ്പ്ലേയുടെ അവസ്ഥ. ഈ രീതിയിലായതുകൊണ്ടാവാം കസ്റ്റമർ ഒരു അനക്കവുമില്ല എന്ന് പറഞ്ഞത്. ഡിസ്പ്ലേയുടെ അകത്തും പുറത്തുമുള്ള പോളാറൈസ്ഡ് ഫിലിം എല്ലാം പറഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതി കാണിക്കുന്ന ഒന്നും കാണുവാൻ കഴിയുകയില്ല. ഈ സെറ്റിൻ്റെ റേഡിയോ ട്യൂണിംഗ് എല്ലാം ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ ഒന്നും കാണിക്കാതെ വന്നപ്പോൾ കസ്റ്റമർ വിചാരിച്ച് കാണും സെറ്റ് മൊത്തത്തിൽ ഡാമേജായി പോയി എന്ന്. നമുക്ക് ഈ ഡിസ്പ്ലേ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡുകളൊന്നും സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു USB ബോർഡ് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയറുമായി കണക്ട് ചെയ്ത് കൊടുക്കുവാനാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. കസ്റ്റമർ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ് ഈ സെറ്റിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ റെഡിയാക്കി എടുക്കാൻ കഴിയും എന്ന് നോക്കുന്നത്. അതിനായി ആദ്യം നമുക്ക് ഈ ഡിസ്പ്ലേയുടെ പോളാറൈസ്ഡ് ഫിലിം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അകത്തും പുറത്തുമായി ഒട്ടിച്ചിരിക്കുന്ന പോളാറൈസ്ഡ് ഫിലിം എല്ലാം പറഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. സ്റ്റിക്കറുകൾ പോയെങ്കിൽ പോലും ആ സ്റ്റിക്കറുകളുടെ പശ ആ ഡിസ്പ്ലേയുടെ പുറത്തുണ്ട്. അത് നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. LCD TVയുടെ പോളാറൈസ്ഡ് ഫിലിം ചേഞ്ച് ചെയ്യുന്ന വർക്ക് തന്നെയാണിത്. ഈ ഡിസ്പ്ലേ കുറച്ച് ചെറുതാണ് എന്നേ ഉള്ളൂ. സാവധാനം തന്നെ ചെയ്യണം. ആരെങ്കിലും ആദ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യുക. രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തു. LCD TV ഡിസ്പ്ലേയിൽ പോളാറൈസ്ഡ് ഫിലിം ഒട്ടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൽ ഒട്ടിക്കുന്നത്. അകത്ത് ഒട്ടിക്കുന്നതും പുറത്ത് ഒട്ടിക്കുന്നതും രണ്ട് രീതിയിലുള്ള പോളാറൈസ്ഡ് ഫിലിമാണ്. ചെറിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഒട്ടിക്കുവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഡിസ്പ്ലേയുടെ രണ്ട് ഭാഗവും പോളാറൈസ്ഡ് ഫിലിം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ബോർഡുകളെല്ലാം കണക്ട് ചെയ്ത് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഡിസ്പ്ലേ തെളിഞ്ഞ് കാണുന്നതിന് വേണ്ടി ഒരുതരം പച്ച ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെറ്റ് ഇറങ്ങിയ കാലത്തെ ഓരോ മോഡലുകളാവാം ഇതെല്ലാം. ഇപ്പോൾ നമുക്ക് ഈ സെറ്റിൻ്റെ ഓരോ ഫംഗ്ഷനും ചേഞ്ച് ആവുന്നത് കാണാവുന്നതാണ്. ഇതിനു മുമ്പ് അത് കാണുന്നുണ്ടായിരുന്നില്ല. ഡിസ്പ്ലേ വർക്ക് ചെയ്തില്ല എങ്കിൽ ഇതിൽ ട്യൂണിംഗ് എല്ലാം നടത്തുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ മോഡൽ സെറ്റ് ഇറങ്ങിയ കാലത്ത് റിമോട്ടുകൾ ഉപയോഗിക്കുന്ന സെറ്റുകൾ അധികം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സെറ്റിന് റിമോട്ട് ഉണ്ടായിരുന്നു. അടുത്തതായി നമുക്ക് ഈ സെറ്റിൻ്റെ കാസറ്റ് മെക്കാനിസം റെഡിയാക്കി എടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് റെഡിയാക്കി എടുക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. ഹെഡിൻ്റെ ഭാഗത്തെല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ വർക്ക് ചെയ്യുന്നില്ല. സെറ്റിൻ്റെ കാസറ്റ് പ്ലെയർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും റേഡിയോയും ഓക്സും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ ഒരു USB ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കസ്റ്റമർ നിർബന്ധം പറഞ്ഞു. കസ്റ്റമറിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷം. നമുക്കൊരു USB ബോർഡ് കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. USB ബോർഡിൻ്റെ ഡിസ്പ്ലേ വയ്ക്കുന്നതിന് വേണ്ടി വേറൊരു ഭാഗം കാണാത്തതുകൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. USB ബോർഡിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.